ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ഞാൻ ഓസ്ട്രേലിയ വന്നിട്ട് 4 കൊല്ലമായി. എനിക്ക് കുറച്ച് അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ എക്സ്പീരിയൻസിൽ എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഞാൻ കണ്ട ആളുകളുടെയൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്ത അബദ്ധങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, അപ്പം നിങ്ങൾ വരാൻ നേരത്ത് നിങ്ങളത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ഓർത്തത്. അപ്പം നമുക്ക് മടിച്ചു നിൽക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. മെയിൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്കൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ഒരു 1600 സ്റ്റുഡൻസിന് മേളിലായി. നിങ്ങൾക്ക് ആ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ പുതിയൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളോട്, ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായി, അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണത്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നതിനെ പറ്റി അറിയാനുള്ള ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഐ സബ്സ്ക്രൈബ്ഡ് തോന്നിയിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു DM അയക്കുക. പിന്നെ ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ ഡെയിലി അപ്ഡേറ്റ്സും എന്തെങ്കിലും മാറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ അതും ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ മിസ്റ്റേക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ സ്റ്റുഡൻസ് ഇൻക്ലൂഡിങ് മീ ചെയ്ത ഒരു മിസ്റ്റേക്കാണ് കോഴ്സ് സെലക്ഷൻ്റെ കാര്യത്തിൽ. എല്ലാവരും എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ പറയും ഇതാണ് എൻ്റെ ഏജൻറ്റ് പറഞ്ഞത്, അത് കാരണം ഞാൻ സെലക്ട് ചെയ്തു. രണ്ടാമത്തെ ഇവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെടണമല്ലോ എന്നോർത്തൊരു കോഴ്സ് എടുക്കും. അത് പഠിക്കാൻ പാടാണോ എളുപ്പമാണോ ഇഷ്ടമുണ്ടോ എന്ന് പോലും നോക്കത്തില്ല. മൂന്നാമത്തെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ PR. അതായത് PR എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഒന്ന് സെറ്റിൽ ആവാനായിട്ടല്ല, പക്ഷേ 90% ചിലപ്പോൾ ആളുകൾ ഇവിടെ വരുന്നത് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റിൽ ആവാനാണ്. അപ്പം പിന്നീട് സ്കോപ്പുള്ളൊരു കോഴ്സ് എടുക്കാണ്ട് ഏതെങ്കിലും ഒരു സ്കോപ്പ് എടുത്ത് വന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പം എൻ്റെ കാര്യത്തിൽ പറ്റിയ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്ന സമയത്ത് നമുക്കിങ്ങനെ പറഞ്ഞു തരാനൊന്നും ആരുമില്ല, തുറന്നു പറയില്ല. നമുക്ക് ആകെ അറിയാവുന്ന ഒരു നോളജ് എന്ന് വെച്ചാൽ ഒരു SOL ലിസ്റ്റ് ഉണ്ടെന്ന്. അപ്പം ഞാൻ ഫൈനാൻസ് എടുത്ത് വന്നു കഴിഞ്ഞിട്ട് സ്കോപ്പിൻ്റെ കാര്യത്തിൽ ഇത്രയും ടഫാണെന്ന് നമുക്കറിയത്തില്ലാണ്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് ആ ഒരു അബദ്ധം പറ്റാതിരിക്കാനാണ് ഞാൻ പിന്നെ എല്ലാ വീഡിയോയിലും ഇതെടുത്ത് പറയുന്നത്. ഇപ്പോൾ ഏജൻറ്റ് പറഞ്ഞു എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തുകൊണ്ട് വരരുത്, അങ്ങനെ എടുത്തു വന്നിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയതാണോ, നിനക്ക് താല്പര്യമുള്ള ഒരു കോഴ്സാണെന്ന് നോക്കണം. ഏതെങ്കിലും ഒരു പാടായിട്ടുള്ള കോഴ്സ് ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട്. ചേച്ചി ഇതാണ് ഏജൻറ്റ് സജസ്റ്റ് ചെയ്തത്, അത് കാരണം ഞാൻ എടുത്തത്, പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പാടാണ്, എൻ്റെ ഫീൽഡും കൂടിയല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രം ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. പിന്നെ കോഴ്സ് സെലക്ട് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു സ്കിൽഡ് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട്, സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് ഉണ്ട്. ഇത് രണ്ടും 2 സാധനമാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ആ വീഡിയോ കണ്ടിട്ട് ആ ലിസ്റ്റ് കയറി നോക്കിയിട്ട് മാത്രം സെലക്ട് ചെയ്യുക. സ്കിൽഡ് പ്രയോറിറ്റി ലിസ്റ്റ് എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഓസ്ട്രേലിയൻ ലേബർ മാർക്കറ്റ് നന്നായിട്ട് പഠിച്ചിട്ട് അവരുണ്ടാക്കിയിരുന്ന ലിസ്റ്റാണ്. അപ്പോൾ അതിനകത്താണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒക്യുപ്പേഷനൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രം ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. പിന്നെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഇതിന് സ്കോപ്പ് ഉണ്ടോ അതിന് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട. ആ വീഡിയോ പോയി ഇത് ഞാൻ പിന്നെ എടുത്ത് പറയാൻ കാര്യം, എപ്പോഴും എനിക്ക് കമൻറ്റ് സെക്ഷനിൽ കിട്ടുന്നുണ്ട്, ചേച്ചി ഞാൻ ഈ ഒരു കോഴ്സ് എടുക്കാൻ പോകണം, ഇതിന് സ്കോപ്പ് ഉണ്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM കിട്ടാറുണ്ട്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ PR കിട്ടും. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ, എനിക്കതിന് മോസ്റ്റ് ഡിമാൻഡിങ് കോഴ്സസ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഹെഡിങ്. ഞാൻ വേണമെങ്കിൽ ഇവിടെ അത് ടാഗ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഒരു വീഡിയോ പോയി കാണുക. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് ഏത് കോഴ്സ് എടുത്താലാണ് നമുക്കൊരു ഏകദേശം ഡിമാൻഡുള്ള കോഴ്സ് ഏതാണ്. അതുകൂടാണ്ട് സ്കിൽഡ് പ്രയോറിറ്റി ലിസ്റ്റിൽ ഓരോ സ്റ്റേറ്റിലും അതിന് ഡിമാൻഡ് ഉണ്ടോയെന്ന് ഓരോ സ്റ്റേറ്റ് വൈസും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലായാലും വിക്ടോറിയയിലായാലും നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഒക്യുപ്പേഷൻ്റെ റിലേറ്റഡ് കോഴ്സിന് എന്തൊരു ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും പോയി കാണുക. പിന്നെ വന്ന് ചോദിക്കരുത് ഡിമാൻഡ് ഉണ്ടോ എന്ന്. അടുത്ത് എനിക്ക് പറയാനുള്ള അക്കോമഡേഷൻ്റെ കാര്യത്തിൽ കുറേ പേർക്ക് പണി കിട്ടാറുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബോണ്ട് കൊടുക്കുന്നു, അവർ കോൺട്രാക്റ്റ് ഒന്നും എഴുതുന്നില്ല, ചുമ്മാ പൈസ ഹാൻഡ് ഓവർ ചെയ്യുന്നു. അവസാനം വീട് താമസിക്കാൻ ചിലത് വീടില്ല, അല്ലെങ്കിൽ പൈസ കൂടുതൽ കൊടുക്കുന്നു, പകുതി വെച്ച് ഇറക്കി വിടുന്നു. അപ്പോൾ അത് എന്താ ഞാൻ പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നടന്ന കാര്യങ്ങളുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. കോൺട്രാക്റ്റ് ഉണ്ടാവണം, നമുക്കൊരു റിട്ടേൺ എഗ്രിമെൻ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടുക. കാര്യം ഒരു പ്രൂഫും ഇല്ല, നിങ്ങൾ പൈസ കൊടുത്തു എന്ന് ഒരു പ്രൂഫ് ഉണ്ടാവില്ല. പ്ലസ് നിങ്ങൾ കോൺട്രാക്റ്റ് എഴുതുന്നത് മാത്രം കാര്യമില്ല, കോൺട്രാക്റ്റ് വായിച്ച് നോക്കണം. അതിനകത്ത് കോൺട്രാക്റ്റ് യൂഷ്വലി
മിനിമം ഒരു 5-6 പേജ് ഉണ്ടാവും യൂഷ്വലി. ആ ഒരു സിറ്റുവേഷനിൽ അതിരുന്ന് കുത്തിയിരുന്ന് വായിച്ചേ പറ്റൂ. അത് വായിച്ച് അതിനകത്ത് എന്തൊക്കെയാണ് എഗ്രിമെൻറ്റിൽ പറഞ്ഞേക്കുന്ന കണ്ടീഷൻസ് അതൊക്കെ വായിച്ചിട്ട് മാത്രം നമ്മൾ സൈൻ ചെയ്യാനും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നീട് പൈസയുടെ കാര്യത്തിൽ നല്ല പണി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റിപ്പൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്കൊരു അക്കോമഡേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് പറ്റിയൊരു വെബ്സൈറ്റാണ് ആംബർ സ്റ്റുഡൻറ്റ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾ എൻ്റെ റെഫറൽ ലിങ്ക് വഴി കയറുവാണ്, ഓഗസ്റ്റ് 15 വരെ അതിനകത്തൊരു ഓഫറുണ്ട്. അതായത് നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ബുക്കിംഗ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു $50 ക്യാഷ് ബാക്ക് കിട്ടും. അത് എൻ്റെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമായിട്ട് കിട്ടത്തുള്ളൂ. അതുകൂടാണ്ട് ഒരു ലക്കി വിന്നറിന് 1 മാസം ഫ്രീ ആയിട്ട് താമസിക്കാനുള്ളൊരു ഇതുണ്ട്. അപ്പം നിങ്ങൾ അക്കോമഡേഷൻ നോക്കുവാണെങ്കിൽ ഓഗസ്റ്റ് 15 തന്നെ ബുക്ക് ചെയ്യുക, ആ ലിങ്കിൽ കയറുക, നിങ്ങൾക്ക് ആ ഓഫറും കിട്ടും. $50 ക്യാഷ് ബാക്ക് ഉണ്ട്. അതുകൂടാണ്ട് ഒരു വ്യക്തിക്ക് ഫ്രീ ആയിട്ട് 1 മാസം താമസിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. എന്നിട്ട് യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് ചേർന്ന് സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ കിട്ടും എന്ന്. പിന്നെ അടുത്ത പോയിന്റ് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുന്നത് പാർട്ട് ടൈം ജോബ്സിൻ്റെ കേസിലാണ്. പാർട്ട് ടൈം ജോബ്സ് എല്ലാവരും കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും പഠിക്കാൻ മറക്കുന്നു. അത് ഈവൻ ഞാനും ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത്. പക്ഷെ ഞാൻ റിയലൈസ് ചെയ്തത് ഞാനാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾക്ക് പാർട്ട് ടൈം ജോലി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അയ്യോ പോയില്ലെങ്കിൽ അവർ വിളിക്കുമ്പോൾ ചെന്നില്ലെങ്കിൽ ഷിഫ്റ്റ് കിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ പോകും. അങ്ങനെ പോണേന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന കാര്യം മറക്കരുത്. അന്ന് വെച്ച് ഇവിടുത്തെ പഠിത്തത്തിലെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ജോലി കിട്ടുന്നത്, ഒരിക്കലുമല്ല. നിങ്ങൾക്ക് ഇവിടെ എത്ര ഹൈ ഡിസ്റ്റിങ്ഷൻ കിട്ടിയെന്ന് പറഞ്ഞാലും അവസാനം ചിലപ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂ പാസ്സാവാൻ ചാൻസ് ഇല്ല. പക്ഷെ മാർക്കിൻ്റെ ബേസ് ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. കുറേ കുട്ടികളുടെ കണ്ടുവരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പണിക്ക് പോയി ക്ലാസ്സിലൊന്നും പോവാണ്ട് അവസാനം കോഴ്സ് യൂണിറ്റ് ഫെയിലാവും. ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം നിങ്ങൾ ഇൻ കേസ് ഒരു യൂണിറ്റ് ഫെയിലായെന്ന് വെച്ചോ, അതൊരു $5000 $1000 ഒരു യൂണിറ്റിനാവും. അപ്പോൾ നിങ്ങൾ ആ എക്സ്ട്രാ പണിയെടുത്തത് വെറുതെ. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ എത്രയാണോ മണിക്കൂർ, ഇപ്പോൾ നിങ്ങൾക്ക് 20 hours ആണോ 24 hours ആണോ അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ക്യാഷ് ഇൻ ഹാൻഡും ഇതൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിത്തവും നിങ്ങളുടെ ചിലവിനുള്ളത് ഉണ്ടാക്കാൻ നോക്കുക. അല്ലാണ്ട് ഇപ്പോഴേ ലോണൊന്നും അടയ്ക്കാനായിട്ട് ഞാൻ നിർബന്ധിക്കില്ല. അതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സാണ്. കാര്യം എന്തായാലും സ്റ്റേ ബാക്കിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഫുള്ള് പണിയെടുത്ത് നിങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം ഇപ്പോൾ ഈവൻ നിങ്ങൾ കുറേ വർക്ക് ചെയ്താലും ഞാൻ പറയാം, പിന്നെ കണ്ടുവരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറേ വർക്ക് ചെയ്യും. അവസാനം ഒരു യൂണിറ്റ് ഫീൽ ചെയ്യുമ്പോൾ ആ എക്സ്ട്രാ വർക്ക് ചെയ്തുകൊണ്ടേ ആ യൂണിറ്റിൻ്റെ പൈസ ഇട്ട് കൊടുക്കും. കാര്യം നല്ല എക്സ്പെൻസീവാണ്. സമയത്തിൻ്റെ ഉണ്ട്, ഇപ്പോൾ പൈസയുടെ മാത്രമാണോ, പിന്നെ നമ്മൾ ആ യൂണിറ്റ് ഒന്നുകൂടെ എഴുതണം. നമ്മുടെ സമയം കുറേ വേസ്റ്റ് ആവും, നമ്മുടെ എഫേർട്ട് കുറേ വേസ്റ്റ് ആവും. ഇപ്പം പഠനത്തിൻ്റെ കൂടെ ജോലി അതിൻ്റെ ഒരു ഭാഗമായിട്ട് കാണുക, അല്ലെങ്കിൽ ജോലി പഠനത്തെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വയ്ക്കരുത്. കുറേ പേര് ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും, പക്ഷേ അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. ഇനി മൈഗ്രേഷനിൽ വന്ന ചേഞ്ചസിനെ പറ്റി സംസാരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് PR കിട്ടുക അല്ലെങ്കിൽ ഇവിടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്താ പറയുക സിമ്പിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം അവർ കുറച്ചുകൂടി ലിബറലായിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത് ഗവൺമെൻറ് എന്ന് ഞാൻ പറയും. പക്ഷേ പണ്ടത്തെ സ്റ്റുഡൻസിൻ്റെ എണ്ണമാണോ ഇപ്പം? പണ്ട് 100 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു സ്ഥലത്ത് 1000-10000 സ്റ്റുഡൻസ്. അപ്പോൾ എണ്ണം കൂടുന്തോറും അവർ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. പണ്ട് കുറച്ചുകൂടി ചിലപ്പോൾ PR കിട്ടാൻ എളുപ്പമായിരിക്കും, ഇപ്പം കിട്ടത്തില്ല എന്നല്ല, ആ ഒരു പ്രൊസീജിയർ ടഫാക്കി അല്ലെങ്കിൽ ആ ഒരു റിക്വയർമെൻറ്റ്സ് ടഫായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ പോലെ നടന്നു കഴിഞ്ഞാൽ പണ്ട് അവർക്ക് PR കിട്ടിയെന്ന് വിചാരിച്ച് അതേപോലെ നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ PR കിട്ടത്തില്ല. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട സിറ്റുവേഷൻ. നിങ്ങളുടെ ഫീൽഡിലുള്ള ജോലി മാക്സിമം എത്ര നേരത്തെ പറ്റുന്നോ അത്രയും നേരത്തെ മേടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ UK കാനഡയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചത് തന്നെയല്ല നിങ്ങളുടെ ജോലി എങ്കിൽ പോലും നിങ്ങൾക്ക് PR കിട്ടാൻ ചാൻസസ് ഉണ്ട്. അവിടെ പോയിന്റ് സിസ്റ്റമാണ്, ഇവിടെയും പോയിന്റ് സിസ്റ്റമാണ്. പക്ഷേ അവരൊരു ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. പ്ലസ് നിങ്ങൾ പഠിച്ച ഡിഗ്രി തന്നെയുള്ള റിലേറ്റഡ് തന്നെ കോഴ്സ് വേണമെന്ന് നിർബന്ധമുണ്ട്, മിക്കതിനും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം എത്ര നേരത്തെ നമ്മുടെ ഫീൽഡിൽ ജോലി നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്നു അത്ര നേരത്തെ ട്രൈ ചെയ്യുക.
പറ്റണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി ചെയ്ത് നമ്മൾ അവിടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്വന്തം ഫീൽഡിൽ മറന്നു പോകുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ കോഴ്സ് പ്രയോറിറ്റൈസ് ചെയ്യാതെ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഷോപ്സ് ഉണ്ടാവും, നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് ഉണ്ടാവും, നമുക്ക് പ്ലേസ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ഇൻറ്റേൺഷിപ്പിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പിന്നെ കോഴ്സ് തീരുന്നത് അതായത് ലാസ്റ്റ് സെമസ്റ്ററിൻ്റെ ടൈം ആകുമ്പോൾ തന്നെ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്ത് തുടങ്ങുക, അതിനുള്ളിൽ തന്നെ പറ്റുവാണെങ്കിൽ ഇൻറ്റേൺഷിപ്സ് ചെയ്യുക. അതൊക്കെ ചെയ്ത് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു ഫീൽഡിലൊരു ജോലി കിട്ടുക, അല്ലെങ്കിൽ PR കിട്ടണമെങ്കിൽ അതിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാണ്ട് നമ്മുടെ ഫീൽഡിലൊരു ജോലി കിട്ടിയാലും എക്സ്പീരിയൻസ് ആയാലും ചിലപ്പോൾ PR കിട്ടണമെന്നില്ല. കാര്യം ഇത്ര ഞാൻ പറഞ്ഞല്ലോ, റൂൾസ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയ സമയത്ത് ഇപ്പോൾ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഒക്യുപ്പേഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അവർ നല്ല ഇംഗ്ലീഷ് സ്കോർ ചോദിക്കും. നമുക്ക് മാക്സിമം പറ്റുന്ന അത്രയും ഇംഗ്ലീഷ് സ്കോർ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ഇപ്പം നമുക്ക് കോമ്പറ്റേറ്റീവ് അല്ലാതല്ലാണ്ട് ഇപ്പോൾ 20 സ്കോർ കിട്ടാൻ പാകത്തിന് എത്ര നിങ്ങൾക്ക് പറ്റുമോ അത്രയും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സ്കില്ല് നിങ്ങൾ നേടിയെടുക്കാൻ നോക്കുക. അതിപ്പം PRൻ്റെ കേസിൽ മാത്രമല്ല, ഇവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് ചെന്നിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാൻ പോകുന്നില്ല. ഇതൊന്നും ഞാൻ പേടിപ്പിക്കാൻ പറയുന്നില്ല, പക്ഷേ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് വേണം. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഓർക്കും ദൈവമേ ഇതിനി എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം റൂൾസ് മാറിക്കൊണ്ടിരിക്കുവാണ്. എപ്പോഴും ഓരോ 6 മാസം കൂടുമ്പോൾ ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കേസിൽ. അപ്പം നിങ്ങൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം വരാനായി. ഇപ്പോൾ പ്രിപ്പയർ ചെയ്യണമായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ വേറൊരു കാര്യം വിട്ടുപോയത് നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ കാര്യമാണ്. അത് ചുമ്മാ ഒരു സാധനമായിട്ട് എടുക്കരുത്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് അതിനകത്ത് ആളുകളായിട്ട് കണക്ട് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കണം. അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് നെറ്റ്വർക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കിലല്ല മെയിനായിട്ടും നിങ്ങളുടെ ജോലി കിട്ടുന്നത്. ഒന്നാമത്തെ നിങ്ങളുടെ കോൺഫിഡൻസ്, രണ്ടാമത്തെ നിങ്ങൾ ആളുകളോട് ഇടപെടുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ആളുകളെ അറിയാം. കാര്യം നിങ്ങൾക്ക് ഇവിടെ അന്വേഷിച്ച് അറിയാം. ഇവിടെ ഒരു കണക്ക് പ്രകാരം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ജോലി, അതായത് ഒരു കമ്പനിയിൽ ജോലി കിട്ടിയത് 70% ആളുകൾക്കും ജോലി കിട്ടിയേക്കുന്നത് അവരുടെ റെഫറൻസ് വഴിയാണ്. അതായത് അറിയാവുന്ന ആളുകൾ റെക്കമെൻഡ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെങ്കിലും വേറൊരാൾക്ക് റെഫറൻസ് ഉണ്ടെങ്കിൽ ആൾ നിങ്ങളെ വെട്ടിച്ച് ആൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് ആയിക്കോട്ടെ, വർക്ക്ഷോപ്സ് ആയിക്കോട്ടെ, ലിങ്ക്ഡിൻ ആയിക്കോട്ടെ, ഇതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാര്യം നെറ്റ്വർക്കിങ്ങിന് ഓസ്ട്രേലിയ അത്ര ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ പാർട്ട് ടൈം ജോലി കിട്ടാൻ മാത്രമല്ല, നിങ്ങളുടെ പ്രൊഫഷണൽ ജോബ്സിൻ്റെ കേസിലാണെങ്കിലും, നിങ്ങളുടെ പ്ലേസ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിലും, നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ കേസിലാണെങ്കിലും, ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിലെ ഇതിലൊക്കെ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വയ്ക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അതനുസരിച്ച് നെറ്റ്വർക്കിങ്ങിന് ഇച്ചിരി കൂടി പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത എനിക്ക് പറയാനുള്ളത് യൂണിവേഴ്സിറ്റി റിക്വയർമെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ എൻറോൾമെൻറ്റ് നടത്തണം, അല്ലെങ്കിൽ ടൈം ടേബിൾ സെലക്ട് ചെയ്യണം, ക്ലാസ് ടൈം സെലക്ട് ചെയ്യണം. അതുകൂടാണ്ട് ഫീസിൻ്റെ കേസിലാണെങ്കിലും ഇതൊക്കെ യൂണിവേഴ്സിറ്റി കുറച്ച് റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ പെനാൽറ്റി ഉണ്ട്, നമ്മൾ എക്സ്ട്രാ പൈസ മുടക്കേണ്ടി വരും. യൂഷ്വലി എല്ലാ സ്റ്റുഡൻസിനും പറ്റുന്ന ഒരു സംഭവം എന്നാന്ന് വെച്ചാൽ അവർക്കറിയാം എൻറോൾമെൻറ്റ് ചെയ്യണമെന്ന്, പക്ഷെ അവർക്ക് അറിയത്തില്ല എങ്ങനെ എൻറോൾമെൻറ്റ് ചെയ്യണമെന്ന്. യൂഷ്വലി യൂണിവേഴ്സിറ്റീസ് എല്ലാവരും ഇമെയിൽ അയക്കും ഈ ഒരു ലിങ്ക് ഫോളോ ചെയ്ത് ചെയ്യാമെന്ന്. ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോയി സ്റ്റുഡൻസ് കണക്ട് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുക. കാര്യം ഇന്ന സമയത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ പലർക്കും എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റി റിക്വയർമെൻറ്റ്സ് എന്ന് പോലും അറിയത്തില്ലാത്തവരുണ്ട്. അപ്പോൾ അത് സ്റ്റുഡൻറ്റ് ID കേസിലൊക്കെ ആണെങ്കിലും അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ് നമ്മുടെ പ്ലേജറിസം എന്ന് പറഞ്ഞ സംഭവം. നമ്മുടെ നാട്ടിൽ കോപ്പിയടി ചീറ്റിംഗ് എന്നൊക്കെ പറയണ പോലെ തന്നെയാണ് ഇവിടെ പ്ലേജറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു സീനാണ്. നമ്മുടെ കോഴ്സ് അവർക്ക് ഫെയിലാക്കാനും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവർക്ക് നമ്മളെ പറഞ്ഞു വിടാനും ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു ഇതുവരെയാണ്. പ്ലേജറിസം എന്ന് വെച്ചാൽ എന്താ അറിയില്ലാത്തവർക്കാണെങ്കിൽ നമ്മളൊരു അസൈൻമെൻറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ChatGPT നിന്നൊന്നും ഡയറക്റ്റായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെ പാരഫ്രൈസ് ചെയ്യണം. നമ്മൾ സൈറ്റേഷൻ കൊടുത്തില്ല, നമ്മൾ എവിടെ നിന്ന് എടുത്തതെന്ന് റെഫറൻസ് കൊടുത്തില്ല. ഇതൊക്കെ പ്ലേജറിസമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൂടാണ്ട് വേറൊരാളുടെ നോക്കി എഴുതി വേറെ ആളുകൾക്ക് പുറത്ത് അസൈൻമെൻറ്റ് ചെയ്യാൻ കൊടുത്തു. ഇതൊക്കെ ഇവിടെ വലിയ സീനാണ്. അതിൻ്റെ എപ്പോഴും ഇൻറ്റഗ്രിറ്റി, അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ട് അവരെപ്പോഴും നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിൽ അയക്കും. കാര്യം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നമുക്ക്
പൈസയുടെ അല്ല അവിടെ പ്രശ്നം, നമ്മുടെ സമയം. നമ്മുടെ കോഴ്സ് ക്യാൻസൽ ചെയ്താലും നമ്മുടെ കോഴ്സിൽ നിന്ന് പറഞ്ഞു വിട്ടാലൊക്കെ വലിയ സീനാണ്. അത് ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അടുത്ത എനിക്ക് പറയാനുള്ളൊരു കംഫർട്ട് സോണിനെ പറ്റിയിട്ടാണ്. വരാൻ നേരത്ത് കംഫർട്ട് സോണിൽ നിൽക്കുന്നത് കുഴപ്പമില്ല, കാര്യം നമ്മൾ സ്ഥലങ്ങളിൽ പരിചയപ്പെടുവാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ആളുകളുടെ കൂടെ നമ്മൾ നിൽക്കുന്നു, അവർ പറയുന്ന ജോലി എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഇന്ത്യൻ കടയിലൊക്കെ മേടിച്ച് ഒപ്പിച്ച് കിട്ടുന്നു, അതൊക്കെ ഓക്കെ, തുടക്കത്തിൽ അതൊക്കെ. പക്ഷേ ഒരു സെമസ്റ്റർ കഴിഞ്ഞു, 2 സെമസ്റ്റർ കഴിഞ്ഞിട്ടും ആ ഒരു ഇതിനകത്ത് തന്നെ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഇന്ത്യൻ സ്റ്റോഴ്സിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ പേ കുറവാണ്. പക്ഷേ നമുക്ക് അവിടെ ചിലപ്പോൾ നല്ല ആളുകളായിരിക്കും എന്ന് വിചാരിച്ച്, മലയാളിയിലാണ് അറിയാമെന്നൊക്കെ വിചാരിച്ച് എത്ര നാളായിട്ടും അവിടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അത് അവരുടെ കംഫർട്ട് സോണാണ്. അപ്പോൾ അവർ വേറെ നല്ലൊരു ജോലി അന്വേഷിക്കാനായിട്ട് ശ്രമിക്കത്തില്ല. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കുറേ പേരെ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. മനസ്സിലാവും കംഫർട്ട് സോണാണ്, പക്ഷേ ആ ഒരു കംഫർട്ട് സോൺ നമ്മുടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിനെയാണ് തടസ്സപ്പെടുത്തുന്നത്. അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പറയാനുള്ളത് ചെലവിൻ്റെയും സേവിങ്സിൻ്റെ കാര്യത്തിലാണ്. കാര്യം എനിക്കറിയാം, തുടക്കത്തിൽ ഇവിടെ വന്നു നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടി, നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, $1 എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു 54-55 രൂപ. അപ്പം നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് എൻ്റെ ദൈവം ഇത്രയും പൈസ കിട്ടി. തുറന്നു പറയാമല്ലോ, ഓസ്ട്രേലിയയിൽ നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും, നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. പക്ഷേ പൈസ അത്രയും ഉണ്ടാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൂർത്തടിക്കരുത്. നിങ്ങൾ ചിലവാക്കരുതെന്നോ എൻജോയ് ചെയ്തതെന്നോ ഒന്നുമല്ല. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കുക, അതൊക്കെ ചെയ്യണം. പക്ഷേ നമ്മുടെ ചിലവ് മാക്സിമം നമ്മൾ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യണം. കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ചിലവാക്കാനായിട്ട്, എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ചിലവാക്കാനായിട്ട് നമുക്ക് കുറച്ചെങ്കിലും ഒരു സേവിങ് ഉണ്ടാകണം. അതെന്ന് വെച്ചാൽ ആരും ചിലവാക്കരുതെന്നല്ല പറയണേ, നമ്മൾ എൻജോയ് ചെയ്യണം ലൈഫ് ഇവിടെ. പക്ഷേ ഇച്ചിരി നമ്മൾ സേവ് ചെയ്യാനായിട്ടും നമ്മുടെ അനാവശ്യമായിട്ടുള്ള ചിലവ് കുറയ്ക്കുക. ഇപ്പോൾ മദ്യപാനമാണെങ്കിലും പുകവലിയാണെങ്കിലും പറയേണ്ട കാര്യമില്ല എന്നെനിക്കറിയാം. എന്നാലും നിങ്ങൾ എൻജോയ് ചെയ്യണതിനൊന്നും ഞാൻ തടസ്സം പറയില്ല. പക്ഷേ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് എക്സ്പ്ലോർ ആൻഡ് എൻജോയ് എന്നാണ്. അതായത് സ്റ്റുഡൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം യൂഷ്വലി കണ്ടുവരുന്നത് പൈസ ഉണ്ടാക്കുക. അപ്പോൾ അവരിങ്ങനെ ജോലിയെടുത്ത് എന്തിനാ വന്നേന്ന് പോലും മറന്നു പോകുന്ന സിറ്റുവേഷൻ. അപ്പോൾ അവർ ഇവിടെ എൻജോയ് ചെയ്യുന്നില്ല. ഓസ്ട്രേലിയയിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോലും എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനും. അതുകൂടാണ്ട് പല കൾച്ചേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് പല ആളുകളെ മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതൊന്നും കളയാണ്ട് എൻജോയ് ചെയ്യുക, കുറച്ചുകൂടി ലൈഫ് എൻജോയ് ചെയ്യുക. നമ്മൾ ഫുള്ള് പണിയെടുത്തുകൊണ്ട് ഒട്ടും എൻജോയ് ചെയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത് വളരെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ പണിക്ക് പോകാണ്ടിരുന്ന് പാർട്ടിക്ക് പോകാനൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ജീവിക്കാൻ മറക്കരുത്. പണിയെടുക്കണം, അതിൻ്റെ കൂടെ ജീവിക്കാനും ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ക്ലാരിറ്റി കുറഞ്ഞു തുടങ്ങി, കാര്യം ഈവനിങ് ആയതുകൊണ്ടാണ്. പിന്നെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ 9.4 നിൽക്കുവാണ്. എല്ലാവരും എന്നെ 10K ഹിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കണം. എനിക്ക് വലിയൊരു ആഗ്രഹമാണ്, ഞാനത് എല്ലാ വീഡിയോയിലും അവസാനം പറയുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൂടാണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം അതിനകത്ത് ഞാൻ കുറേ അപ്ഡേറ്റ്സ്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും എൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആഡ് ചെയ്യാണ്ട് അതും പോയി കാണാനായിട്ട് ശ്രമിക്കുക. അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ